നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ റഫീഖ് ചക്കരപ്പാടിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഓണമാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഓണവുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. മറ്റൊന്നുമല്ല, നമ്മളൊക്കെ ഓണം വന്നു കഴിഞ്ഞാൽ പൂക്കളിടാനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കിലായിരിക്കും. അപ്പോൾ ഈ പൂക്കൾ, നല്ല ഫ്രഷ്നെസ് പൂക്കൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. ഇത് എവിടെയല്ല, നമ്മുടെ മതിലകം പഞ്ചായത്തിൽ 5-ാം വാർഡിൽ തൃപ്പാക്കുളത്തിനടുത്താണ് ആ ഒരു പൂക്കളുടെ ഒരു പൂന്തോട്ടം തന്നെ ഉണ്ട് അവിടെ. നമുക്ക് എന്തായാലും ആ വീഡിയോയിലേക്ക് അവൾക്ക് പോയിട്ട് ആ വീഡിയോ കണ്ട് വരാം. അതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുള്ളത്, എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത്. ഒരുപാട് വീഡിയോസ് ഇനി വരാൻ കിടക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഉപകരിക്കുന്ന വീഡിയോകൾ. അപ്പോൾ നമുക്ക് നേരെ ഒരു 5 ചേച്ചിമാർ കൂടിയിട്ട് നട്ട് നനച്ചിട്ട് എടുത്തിട്ടുള്ളൊരു വലിയൊരു ചെറിയൊരു പൂക്കളുടെ ഒരു ലോഗമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ആവശ്യക്കാർക്ക് അതിൽ ഞാൻ നമ്പറും കൊടുക്കുന്നുണ്ട് അവരുടെ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം, ആ പൂക്കളൊക്കെ കണ്ടിട്ട് വരാം. ഓക്കെ, കമോ. എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞങ്ങൾ 5-ാം വാർഡിലെ ഒരു 5 പേര് കൂടിയിട്ട്, എൻ്റെ പേര് സതി എന്നാണ്. ഞങ്ങൾ ഒരാൾ ഒന്ന് വത്സല, ബേബി ചേച്ചി, അംബിക, വസന്ത, അങ്ങനെ ഞങ്ങൾ 5 പേര് കൂടിയിട്ടാണ് ചെയ്തത്. പിന്നെ ഇതിപ്പോൾ ഞങ്ങളൊരു 500 തൈയിനിപ്പോൾ മേടിച്ച് വെച്ചത്. അത് ഈ മഴ കാരണം ഇങ്ങനെ ഇത്രയും മോശമായി പോയത്. അല്ലെങ്കിൽ ഇപ്പോൾ നല്ല രീതിയിൽ അത് വന്നേനായിരുന്നു. മഴ പെയ്തപ്പോൾ കുറേ ഇങ്ങനെ പൂവൊക്കെ വന്ന് വെയിറ്റ് കൂടിയിട്ട് പൊടിഞ്ഞു പോയത്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇന്നലെ പിന്നെ ഉദ്ഘാടനം കഴിഞ്ഞു. ആരാണ് ആവശ്യക്കാർ വരുന്നത്? ഞങ്ങൾ 5 പേരുണ്ട്. 5 പേർക്ക് കൊടുത്തിട്ട് എന്തായാലും അവർക്കും വേണം. പിന്നെ ഉള്ളത് ആവശ്യക്കാർ വരുമ്പോൾ നമ്മൾ കൊടുക്കും. ഇതിപ്പോൾ ഇതിന് മുമ്പും ചെയ്തിരുന്നു ഇങ്ങനെ ഒരു അതിന് മുമ്പ് നമ്മളാവശ്യത്തിന് ചെയ്തിരുന്നു. ഇതിപ്പോൾ ആൾക്കാർ വാങ്ങാനൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റില്ല, നമുക്ക് കൊടുക്കും. എന്തായാലും നിങ്ങൾ സംരംഭം സ്റ്റാർട്ട് ചെയ്ത് മതിലകം പഞ്ചായത്തിലാണല്ലേ? അപ്പോൾ ആവശ്യക്കാരനെ വിളിക്കുക, കോൺടാക്ട് നമ്പർ ഇല്ലാതെ വെക്കും. അപ്പോൾ അവർ വന്ന് വാങ്ങിക്കോട്ടെ. നമ്മളെ ഏരിയയിൽ മൊത്തമുള്ള ആളുകൾക്ക് ഒരു ഓണത്തിനൊരു പൂക്കളിടാത്തൊരു വീടുണ്ടാവില്ല. അപ്പോൾ അവർക്ക് നല്ല വിധമായ വരക്കിൽ അല്ലെങ്കിൽ ഒരു നാച്ചുറലായിട്ടുള്ളൊരു പൂക്കൾ കിട്ടുക എന്നുള്ളത് വളരെ ഭാഗ്യം തന്നെയാണല്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ തുടങ്ങി വെച്ച സംരംഭത്തിന് 1000 ആശംസകൾ നേരുന്നു. ഇതുപോലുള്ള സംരംഭങ്ങളും നിങ്ങൾ ശരിക്കും കുടുംബശ്രീ വന്നതിന് ശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് സ്ത്രീകൾ ഇങ്ങനെ തുടങ്ങി വെച്ചത് പല കാര്യങ്ങളും, പച്ചക്കറി ആയാലും. അപ്പോൾ ഇതൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒരുപാട് പൂക്കളെ കണ്ടപ്പോൾ തന്നെ എന്നാലും ഒന്നും പറ്റിയിട്ടൊന്നുമില്ല ശരിക്കും. പക്ഷെ കുറേയൊക്കെ ഇതായിപ്പോയി. വെള്ളം നിന്നിട്ട് ഇതിൻ്റെ തണ്ടിന് ഇതില്ല, തണ്ട് പോതു പോലല്ലേ. അപ്പം എല്ലാവരും ഒന്ന് വാങ്ങട്ടെ കേട്ടോ. ശരി, എല്ലാവർക്കും ഓണാശംസകൾ. ഓക്കെ.